കോക്കു ഒരു സിനിമയുടെ എക്സ്പെക്ടേഷൻ നിനക്ക് ഉണ്ടാവുമല്ലോ. ആ എക്സ്പെക്ടേഷനോട് 100% നീതി പുലർത്തിയ ഒരു സിനിമ നിനക്ക് പറയാൻ പറ്റും? ഉണ്ട്. മമ്മൂട്ടി ഒരു സിനിമ ഉണ്ട്, മാമാങ്കം. മാമാങ്കം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത് മാമാങ്കം എന്ന് പറഞ്ഞ കൾട്ട് ക്ലാസിക്. പഴയ മാമാങ്കം അല്ല, മമ്മൂട്ടിയുടെ മാമാങ്കം. ആ സിനിമയുടെ എക്സ്പെക്ടേഷൻ എനിക്ക് വാനോട് വരുന്നു. കാരണം മാമാങ്കം എന്ന് പറഞ്ഞൊരു സിനിമ വരുന്നു, അതായത് ഒരു പീരിയോഡിക് ഡ്രാമ, ഒരു റിവഞ്ച് ഡ്രാമ, അങ്ങനെ ഒരു ചേകവന്മാരുടെ കഥ പറയുന്നൊക്കെ കേട്ടപ്പോ തന്നെ എനിക്ക് ഇങ്ങനെ ഒരു സിനിമയാണ് മലയാളത്തിൽ വേണ്ടത്. അങ്ങനെ ഒരു സിനിമ എടുക്കുക, അതും കാസ്റ്റൊക്കെ വെറുതെ മമ്മൂട്ടി, ഉണ്ണി മുകുന്ദൻ, നമ്മുടെ സിദ്ദീഖ്, അങ്ങനെ ഒരുപാട് പേര് നടി എന്നോ മിസ് ഇന്ത്യ ഒക്കെ ആയിട്ടുള്ള അവരൊരു ടെന്നീസ് പ്ലെയർ വന്നവര് അവരൊക്കെ കൊണ്ടുവന്നിട്ട് തകർക്കും എന്നുള്ളൊരു എനിക്ക് അപ്പൊ ഒരു ചെറിയ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വലിയ സിനിമയാണല്ലോ, മിക്കതും ഇങ്ങനെ വലിയ ഹൈപ്പിലൊക്കെ വരുന്ന എല്ലാം പൊട്ടാനെ ചാൻസ് എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ അപ്പോഴേക്ക് അവര് വേറെ റൂമർ വരുത്തിയിരുന്നു. അതായിരുന്നു ഏറ്റവും വലിയ റൂമർ. ആ റൂമർ എന്തായിരുന്നു? മമ്മൂട്ടി ഇതുവരെയായിട്ടും അഭിനയിക്കാത്ത ഒരു റോള് എന്ന് വെച്ചാല് ഒരു പെണ്ണുങ്ങളെ പോലത്തെ ഒരു ട്രാൻസ് ആയിട്ട് അഭിനയിക്കുന്ന ഒരു റോളും കൂടി ഇതിനകത്തുണ്ടായിരുന്നു. അതും കൂടി കേട്ടപ്പോ എന്റെ പൊന്നോ എന്റെ കയ്യിൽ നിന്ന് പോയി. കാരണം അത്രയും, അതായത് മമ്മൂട്ടിയുടെ ആ റോളിലും കൂടി വന്നതിന് തിയേറ്റർ കത്തും ഉറപ്പായിരുന്നു. ദിലീപ് ആ മോഹിനി ചെയ്തതായിട്ട് നമുക്ക് മനസ്സിലായിരുന്നു അതിനെ വെല്ലുന്ന ഏതെങ്കിലും ഒരു റോൾ. പക്ഷെ മമ്മൂട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, അത്രയും വലിയൊരു നടൻ ഈ പ്രായത്തിലും അങ്ങനെ പുള്ളി ചെയ്യുന്ന മമ്മൂട്ടിയെ നമുക്ക് അറിയാലോ, സെറ്റൈലാണ് പുള്ളി ചെയ്യാത്തൊരു റോളില്ല. അപ്പൊ ഇങ്ങനെ റോള് പുള്ളി ചെയ്യുമെങ്കിൽ ഉറപ്പിക്കാൻ നമുക്ക് ക്ലാസിക് ആയിട്ടായിരിക്കും വരാൻ പോണത്. അതും സ്ക്രിപ്റ്റ് അവര് ചെറിയൊരു ത്രെഡൊക്കെ വിട്ടപ്പോഴും ഇതേപോലെ അസാസിൻസ് ആയിട്ടാണ്. അസാസിൻസ് എന്നൊക്കെ കേട്ടപ്പോൾ ഞാൻ സെറ്റാണ്, പടം സെറ്റാണ്. അതാ പടത്തിനുള്ളിൽ തന്നെ മമ്മൂട്ടിയുടെ ക്യാരക്ടറിനെ പറ്റി പറയാൻ നേരത്ത് ഇങ്ങനെ ഇത് വാള് ഇതാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും വീഴാതെ പോകുന്ന ഒരു ക്യാരക്ടർ. ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ എക്സ്പെക്ടേഷൻ. സിനിമ ഇറങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമയോടുള്ള ഒരു ഇത് ഹൈപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടിട്ടില്ലടോ സിനിമ. എടോ സിനിമ എന്റെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തില് ബാഹുബലിക്ക് ഒപ്പം നിർത്താൻ പറ്റുന്ന ഒരു സിനിമയാണ് മാമാങ്കം. നീ കണ്ടിട്ടില്ലേ? ഇല്ല. ഞാൻ അങ്ങനെ ആ 2-3 പാട്ട് മമ്മൂട്ടിയുടെ ഞാൻ പിന്നെ കുറെ തപ്പി സാധനം കിട്ടണ്ടേ. അത് യൂട്യൂബ് ബാൻ ചെയ്തായിരിക്കും കുട്ടികൾ വഴിതെറ്റെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ല, എന്നാലും നീ ആ സിനിമ കണ്ടിട്ടില്ല? ആ സിനിമ കണ്ടിട്ടില്ല. ആ ഒരു ഇതൊക്കെ കണ്ടിട്ട് കുറച്ച് അതൊക്കെ വെറുതെ ലെജൻഡറി സീനാ പടത്തില്ല. വളരെ, അതായത് ഒരു ചെറിയ ത്രെഡ് ഞാനിപ്പോ പറയാം. അതായത് ഒരു ചേകവന്മാർ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരൊരു വലിയൊരു ഫ്യൂഡൽ ലോഡ് ഉണ്ട്. ആ ലോഡിനെ കൊല്ലണം. അത് ഈ മാമാങ്കം എന്ന് പറഞ്ഞ ഒരു ഫെസ്റ്റിവലിലേ കൊല്ലാൻ പറ്റുള്ളൂ. അപ്പൊ അസാസിൻസ് ആയിട്ട് കുറച്ച് ആൾക്കാർ 10-12 പേര് ചെല്ലും, മരിക്കണം. അവരവിടെ പോയി ഒന്നെങ്കിൽ അയാളെ കൊല്ലണം, എന്നിട്ട് തിരിച്ച് വിജയിയായിട്ട് വരണം, അല്ലെങ്കിൽ അവിടെ പോയി മരിക്കണം. ഇതാണ് സ്റ്റോറി. ഇതാണ് ബേസിക് സ്റ്റോറി. മരിക്കും. ഇതാണ് ബേസിക് സ്റ്റോറി. അപ്പോ അവിടെ പോയിട്ട് അപ്പൊ മമ്മൂട്ടി പണ്ട് ഇവരെ കൂട്ടത്തിൽ ഇതേപോലെ പോണ ഒരാളാണ്. നീ കാണിച്ച പോലെ അങ്ങനെ ചാടി പോണ ഒരാളാണ്. അവിടെ പോയിട്ട് സാമൂതിരി മരിച്ചിട്ടുമില്ല, മമ്മൂട്ടി ബോഡി കിട്ടിയിട്ടുമില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കണ ഒരാൾ എന്താണ് നിന്റെ മൈൻഡിൽ എങ്ങനെയായിരിക്കും? പുള്ളി എവിടെ ഇരിക്കും? ഇപ്പൊ നോർമലി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് പുള്ളി പ്ലാൻ ചെയ്തോണ്ടിരിക്കണ അല്ലെ? പുള്ളി എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത് സിനിമയിൽ? പുള്ളി രമ്പതിലോത്തവന്മാരെ തോൽപ്പിക്കാൻ പറ്റുന്ന ഒരു ഡാൻസ് സീക്വൻസ് ആയിട്ടാണ് പുള്ളിയുടെ റീ എൻട്രി. വളരെ ഗംഭീരമായൊരു വേഷപ്പകർച്ചയെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ ദീപ് എവിടെ നിർത്തിയോ അതിന്റെ ഒരു 10 ഇരട്ടി റേഞ്ചിലാണ് പുള്ളി അവിടെ നിർത്തിയേക്കുന്നത്. അവസാനം വിചാരിച്ചിട്ടുണ്ടാവും മമ്മൂട്ടി മരിച്ചാൽ മതി. അവസാനം പടം തുടങ്ങുമ്പോ നമുക്ക് തോന്നും മമ്മൂട്ടിയുടെ ക്യാരക്ടർ മമ്മൂട്ടി മരിക്കൂലടാ. അതെ, മമ്മൂട്ടിയുടെ ക്യാരക്ടർ മരിക്കൂല. അയാൾ ഇതേപോലെ ഒരു സ്ഥലത്ത് പോയിട്ട് വിളിച്ച് താമസിക്കുകയാണ്, അതും സ്ത്രീയുടെ വേഷത്തിൽ. എടോ ഇതിൽ വേറെ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. ഒന്ന് ഉണ്ണി മൂന്നൽ, പിന്നെ പയ്യനായിട്ട് വരുന്ന ഒരു ക്യാരക്ടർ. അവരെ റോൾ എന്ന് പറഞ്ഞാൽ ഇത് അവിടുത്തെ ഫ്യൂച്ചറിലെ ചേകാവന്മാരാണ്. അവര് അവിടെ സാമൂതിരി ഫ്യൂഡൽ ലോഡിനെ കൊല്ലാൻ വേണ്ടി പോകുന്ന ക്യാരക്ടേഴ്സ് ആയിട്ടാണ് അവര് വന്നിരിക്കുന്നത്. അവര് ഗംഭീര ആക്ഷൻ സീക്വൻസ് ആണ് പടത്തിൽ. റോപ്പൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാ ജമ്പും, അതായത് ഒരു കല്ലിൽ നിന്ന് അടുത്ത കല്ലിലേക്ക് ചാടണം. അടുത്തൊരു സ്റ്റെപ്പിൽ കല്ല് ഉണ്ടാവില്ല, നമ്മൾ ആ കല്ല് ഇമാജിൻ ചെയ്യണം, എന്നിട്ട് എയറിൽ നിന്ന് ചാടണം. മനസ്സിലായോ?
മറ്റേ ടിനിട്ടും സോറി മമ്മൂട്ടി ഇങ്ങനെ ചാടിച്ചാടി അതെ അതെ അതെ, അതേപോലെ ചാടണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അത്. എന്നിട്ട് ഒരു ഈ ട്രെയിൻ സീക്വൻസിൽ ഗംഭീര സീക്വൻസ് ആണ്. ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഉണ്ട്, അതിൽ സിദ്ദീഖിന് ഒരു പ്രൈവറ്റ് പാർട്ടിനിട്ട് മമ്മൂട്ടി ഒരു അടി കൊടുക്കുന്ന ഒരു സീൻ ഉണ്ട്. ഞാനത് ബാക്ക് അടിച്ച് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്. 2-3-8 പേരുണ്ടായിരുന്നു സ്ക്രീനിൽ. അത്രയും ഹൗസ്ഫുൾ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിന് പോണത്. അവര് ടിക്കറ്റ് തരില്ലാന്ന് പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെ കരഞ്ഞ് കാലൊടിച്ച് മമ്മൂക്കാടെ പടമില്ലേ, നമ്മളെന്തായാലും കണ്ടിരിക്കണം. വിസാഖാണ് ഞാൻ പോയത് ആ പടത്തിന്. എനിക്ക് നല്ല നല്ല എന്താ പറയാ ഹാപ്പി മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. അന്ന് 140 രൂപ ടിക്കറ്റ് ആ സമയത്ത്. അപ്പോ 140 ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ വണ്ടിയുടെ പെട്രോൾ കാശ് എല്ലാം കൂടി കൂട്ടിയിട്ട് കുറച്ച് കാശുണ്ട്. അത് പോയല്ലോ നമ്മുടെ. അത് അപ്പൊ പോകുമ്പോ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പോ ഒരു സന്തോഷം വരില്ല മനസ്സിൽ. ആ ഒരു സന്തോഷം നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മാമാക്ക്? നീ കണ്ടില്ലെങ്കിൽ നീ പറ, എങ്ങനെ ഉണ്ടായിരുന്നു മാമാക്ക്? ഇപ്പൊ തോന്നുന്നത് നന്നായിരുന്നു. പക്ഷെ മാമാകം അടിപൊളിയാണ്. കാണാത്തവര് എന്തായാലും ഈ സിനിമ കണ്ടേ പറ്റും. നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു പടമാണ്. നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ, മോൺസ്റ്റർ പറഞ്ഞ പോലെ ഇത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ തിയേറ്റർ വാച്ച് ആയിരുന്നു. നമുക്ക് കാണാൻ പറ്റില്ല. ഞാനൊരു ഫോറം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു പെറ്റീഷൻ, മാമാങ്ക റിലീസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് 4K ഐമാക്സിൽ കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അത് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അതിന് സൈൻ ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം കേട്ടോ. ഇവന്റെ പേരും അഡ്രസ്സും ഞാൻ ഇതിന്റെ അടിയിൽ കൊടുക്കുന്നുണ്ടാവും. കൊടുക്കാനുള്ള നേരിട്ട് കൊടുക്കാം.